വെൽക്കം ടു അമിയാസ് കിച്ചൻ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 7 കഷ്ണം മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 400 ഗ്രാം മീനുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 5 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 2 പച്ചമുളക്, പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് നമുക്ക് വേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1 ടീസ്പൂൺ അറബിക് മസാല, പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ വിനിഗർ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് നാരങ്ങനീരായാലും എടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയാണ് നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ച് നല്ലൊരു പേസ്റ്റ് പോലെ നമുക്ക് എടുക്കണം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാൻ ഈ മസാല നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ മീനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. മീനിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ നമുക്കിത് തേച്ച് പിടിപ്പിക്കണം. അപ്പം ഞാൻ ഈ മീനെല്ലാം നന്നായിട്ട് മസാല തേച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്താൽ മതി. ഇപ്പം അത്രയും സമയം വെക്കാനില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടിക്കോളും. പിന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി എടുത്ത മസാല ബാക്കി ഉണ്ടെങ്കിൽ ജസ്റ്റ് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ 2-3 ദിവസം വരെ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പം മീന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണമായിരിക്കും ടേസ്റ്റ്. വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിലായാലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീൻ വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഫിഷൊക്കെ എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്